Watch India's largest kids library only on Jio Hotstar. Download the app now. ശിവ, നിനക്കൊരു കാര്യം അറിയോ? സിറ്റിയിലെ അനക്കോണ്ട വന്നിട്ടുണ്ടെന്ന്. ആളുകളൊക്കെ അവരുടെ വളർത്തുമൃഗങ്ങളെ എടുത്തുകൊണ്ട് പോവാണ്. ആ, ഇന്ന് രാവിലത്തെ ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു. പക്ഷേ സിറ്റിയിൽ എങ്ങനെയാണ് അനക്കോണ്ട വരുന്നത്? അതാണ് അതിശയം. നീ പറഞ്ഞ ശരിയാണ് ശിവ. അതെങ്ങനെയാ നഗരത്തില് പെട്ടെന്ന് അനക്കോണ്ട വരുന്നേ? ചിലപ്പോ അത് വല്ല ഏലിയൻ ആയിരിക്കുന്നേ. അനക്കോണ്ട ഏലിയൻ. ഇവന് എപ്പോ നോക്കിയാലും എവിടെ ഏലിയനെ കാണുകയുള്ളൂ. അനക്കോണ്ട ഭയങ്കര അപകടം പിടിച്ചതാണ് കേട്ടോ. അത് വലിയ വലിയ മൃഗങ്ങളെയാണ് വിഴുങ്ങുന്നത്. ശരി, എനിക്ക് വീട്ടിലൊരു കാര്യമുണ്ട്, പെട്ടെന്ന് പോയേ പറ്റൂ. നിങ്ങൾ എൻജോയ് ചെയ്തോ. ബൈ. ശിവ, അനക്കോണ്ട വന്നേ. ഓടി വായോ. ശിവ, വേഗം വാ. അനക്കോണ്ട. ശിവ. എവിടെ അനക്കോണ്ട? പറ. എല്ലാരും പേടിച്ചു പോയില്ലേ? ഞാനെല്ലാത്തിനെയും ചമ്മിപ്പിച്ചേ. ആദി, ഈ പുലി വരുന്ന കഥ കേട്ടിട്ടുണ്ടോ നീ? അടുത്ത തവണ ശരിക്കും നിന്റെ മുമ്പിൽ അനക്കോണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ചമ്മിപ്പിക്കുന്നത് നിർത്തിക്കുക, അതാ നല്ലത്. ആ അതി, അങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. പ്രധാനപ്പെട്ട വാർത്ത. നിങ്ങളുടെ നഗരത്തിൽ പേടിപ്പിക്കുന്ന ഒന്ന്, ഒരു വലിയ അനക്കോണ്ട. വളരെ കൊടിയ വിഷമുള്ളതാണിത്. ശിവ എവിടെയാ പോയേ? നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. നഗരത്തിൽ അനക്കോണ്ട വന്നിട്ടുണ്ടെന്നൊക്കെ പറയണു. എന്തൊക്കെയാണോ അവോ ചെയ്യാൻ പോകുന്നത്? ശരി, ഇപ്പൊ തന്നെ ഫോൺ വിളിക്കും. സഹോദരി സഹോദരന്മാരെ, ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ആനക്കോണ്ടന്റെ അടുത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന്. ആദ്യത്തെ റൂള്, പേടി ഒട്ടും പാടില്ല. ഓർത്ത് വെച്ചോളൂ, പേടി തീരെ പാടില്ല. ഹൈ, ഒട്ടും പേടിക്കരുത്. അനക്കോണ്ടനെ കണ്ടതും നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പേടിക്കാണ്. അത് നമ്മളെ എന്താണ് ചെയ്യാ പറയൂ. ഹൈ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ റൂള് നല്ലപോലെ ഓർത്ത് വെക്കണമെന്ന്. നിങ്ങൾ ആരും പേടിക്കരുത്. നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളോടൊപ്പം ഈ ഞാനില്ലേ? നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ? സാറിന്റെ ചുറ്റും എന്താ ഉള്ളതെന്ന് നോക്കിയേ. പുതിയൊരു വിരുന്നുകാരൻ പറയാതെ തന്നെ വന്നിട്ടുണ്ട്. എടോ, തന്റെ പറച്ചില് കേട്ടാ തോന്നും അനക്കോണ്ട ഇപ്പൊ ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് തിന്നു കളയുന്ന. സാറേ, നിന്റെ പറച്ചില് കേട്ടാ തോന്നും ഇപ്പൊ അനക്കോണ്ട വന്ന് എന്നെ തിന്നു കളയാൻ പോകാണെന്ന്. ഹായ്, ഹലോ. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. രക്ഷിക്കണേ. സാറേ, എന്തിനാ തവളയെ പോലെ ചാടി പോന്നേ? മോട്ടോർ സൈക്കിളിൽ കേറിക്കോളോ. പേടിച്ച് ഞാനങ്ങ് മറന്നു പോയി നമ്മളോടൊപ്പം മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന്. ഓടിക്കോ വേഗം. വേഗം വിട്ടോ. ശിവ കേട്ടോ, സിറ്റിയില് അനക്കോണ്ട വന്നിട്ടുണ്ട്. ഞാനതിനെ പിടിച്ചതാണ്, പക്ഷെ അത് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഇത് എന്താ ഈ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ടിഫിൻ സർവീസ് തുടങ്ങിയിരിക്കുകയാണോ?
അത് പിന്നെ ഞാൻ ഈ ആഹാരം ആനക്കോണ്ടയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണേ. ഇത്രയും ആഹാരം അത് കഴിച്ചാ പിന്നെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങും. എന്നിട്ട് വേണം എനിക്ക് അതിനെ പിടിക്കാനേ. ഇതിനകത്ത് മുഴുവനും നോൺ വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് മണത്തറിഞ്ഞിട്ട് അത് എന്റെ അടുത്തേക്ക് വരും ശിവ. അതെന്നെ. എങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി അനക്കോണ്ട ഏത് ഭാഗത്തിൽ വരുന്നോ ആ ഭാഗത്ത് വെക്കണം. ചിലപ്പോ അനക്കോണ്ട അണ്ടർഗ്രൗണ്ടിൽ കൂടിയായിരിക്കും സിറ്റിയിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കും ആരുടെയും ശ്രദ്ധ പതിക്കാതെ പെട്ടെന്ന് സിറ്റിയുടെ മധ്യഭാഗത്തേക്ക് അഴിഞ്ഞു വരുന്നത്. ശിവ, ആ അണക്കോണ്ട പെട്ടെന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്ന് ലഡ്ഡു സിംഗിന്റെ ശരീരത്തിൽ ചുറ്റിക്കേറിയുന്നേ. എടാ രാം, നീ സംഭവിച്ചത് മര്യാദയ്ക്ക് പറ. അത് പെട്ടെന്ന് വന്നപ്പോ ഞാൻ അതിനങ്ങ് മുറുക്കി പിടിച്ചു. അത് എന്റെ രക്ഷപ്പെട്ട് പോയി കളഞ്ഞു. ആ ആ മാൻഹോളിന് കവറില്ലാതിരിക്കാണ്. എവിടെ നിന്നെങ്കിലും അത് പെട്ടെന്ന് ഈ വഴി കൂടി കയറി വന്നാൽ പല സ്ഥലത്തുള്ള മാൻഹോളിൽ കൂടി അത് തീർച്ചയായിട്ടും വരാതിരിക്കില്ല. വരൂ, നമുക്ക് ചെക്ക് ചെയ്യാം. ഉള്ളിലെല്ലാം ഉണങ്ങിക്കിടക്കാണ്. വരൂ ലഡ്ഡു സിംഗ് സർ, അകത്ത് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. വേണ്ട വേണ്ട, ഞാനോ? ഞാൻ ഈ ടിഫിൻ ബോക്സ് ഒക്കെ തുറന്നു വെച്ച് ഇവിടെ തന്നെ ഇരുന്നോളാന്നേ. മാത്രമല്ല അത് ഒരിക്കൽ എന്നെ കണ്ടിട്ട് പേടിച്ചു പോയതാണ്, അറിയോ? ആ വീണ്ടും എന്നെ കണ്ടാൽ പിന്നെ ഒരിക്കലും അത് ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അതുകൊണ്ട് നീ തന്നെ പോയാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. ചെല്ലു, ഞാൻ ശ്രദ്ധിച്ചോളാന്നേ. ശിവ, ഞാനും വരുന്നു കൂടെ. നിങ്ങൾ എന്തിനാ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന? വാ, ചെല്ലേ ചെല്ലേ. ഞങ്ങൾ മരണോ? ഫ്രണ്ട്സ്, അത് ഇവിടെ എവിടെയോ അടുത്തുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് അതിനോട് ഫൈറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. വരും, നമുക്ക് പോവാം. എല്ലാവരും പെട്ടെന്ന് എന്റെ സൈക്കിളിൽ കയറാം. എനിക്ക് പേടിയാവുന്ന ജീവ. അതെന്റെ പുറകെ വരുന്ന. വേഗം ഫാസ്റ്റിൽ പോയിക്കോ. എല്ലാവരും വേഗം കയറിപ്പോ, ഞാൻ അതിനെ നോക്കിക്കോളാം. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളുടെ ഈ ആഹാരം കഴിച്ച് അത് ഉറങ്ങുന്നുള്ളത് ഉറപ്പാണോ? കാരണം അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്ന തോന്നുന്നത്. കഴിക്കാൻ മാത്രല്ല, ഇത് മണത്താലേ അത് പെട്ടെന്ന് ബോധം കെട്ട് വീഴും. സാറേ, സാറ് എന്ത് പണി കാണിച്ചത്? എന്തിനാ സാറത് മണത്തുന്നത്? സാറിപ്പോ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുമല്ലോ. വേടാ റാം, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. വേടാ റാം, 4 പാമ്പുകളാണല്ലോ വന്നിരിക്കുന്നത്. അതൊട്ടും ശരിയല്ലാട്ടോ. ഒറ്റയ്ക്ക് എന്നോടൊപ്പം വഴക്കൂടാൻ മടിച്ചിട്ട് അതിന്റെ കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പെടരം സർ, നിങ്ങൾ ബൈക്കിൽ കയറി സ്ഥലം വിട്ടോളൂ. നിങ്ങൾ പൊയ്ക്കോളൂ. സിറ്റിയിൽ നിന്നും ഞാൻ ഇതിന് പുറത്തു കൊണ്ടുപോവാം. വരൂ വരൂ, വന്നെന്നെ പിടിക്കാൻ നോക്ക്.
ചെയ്യുന്ന ശിവ? ഞാൻ എന്റെ റോബോട്ട് ബീനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് കുറച്ചു നേരമായി. അത് എല്ലാ സ്ഥലത്തും പറന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ചിലപ്പോ അനക്കോണ്ടയുടെ എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ? എല്ലാവരും ശ്രദ്ധിക്കുവേൻ. എല്ലാവരും വീട്ടിലുള്ള ജനാലകളും വാതിലുകളും അടച്ചിടുവേൻ. ഇതാ ഒരു അനക്കോണ്ട നഗരത്തിൽ. എപ്പോഴാണ് ആരുടെ വീട്ടിലേക്കാണ് ഈ അനക്കോണ്ട വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുവേൻ. ഞാൻ ആദ്യം ഒന്ന് ഇത് ഓഫ് ചെയ്യട്ടെ. എപ്പ നോക്കിയാലും ഇയാൾക്ക് ആളുകളെ പേടിപ്പിക്കുന്ന ജോലിയേ ഉള്ളൂ. എന്താ ചെയ്യാ? അത് കണ്ടില്ലേ, അത് അനക്കോണ്ടയുടെ സ്കിന്നാണ്. വർഷത്തിൽ ഒരു തവണ എല്ലാ പാമ്പുകളും അവരവരുടെ സ്കിൻ ഉരിക്കാറുണ്ട്. ചിലപ്പോ ആ സ്നേക്ക് ആ കേവിൽ ഉണ്ടാവും തോന്നുന്നു. ശിവ, എന്റെ അഭിപ്രായത്തിൽ ഈ കേവിലൂടെ വേറൊരു വഴിയും കാണും. യെസ്, ഐ നോ ദിസ് കേവ്സ്. ഈ കേവിന്റെ ഒരു ഭാഗത്തിലുള്ള വഴി വേലയ്ക്കാണ് പോകുന്നത്. വരൂ, ലഡു സിംഗ് സാറിന്റെ അടുത്തേക്ക് പോവാം. അനക്കോണ്ടയെ പിടിക്കാനായിട്ട് എന്റെ കയ്യിൽ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ലഡു സിംഗ് സാറേ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശിവ, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അനക്കോണ്ടയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സ്ട്രോൺ നിനക്ക് വഴി കാണിച്ചു തരും. ഒരു തവണ നീ അനക്കോണ്ടനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീ സ്ട്രോൺ ഓൺ ചെയ്ത് അതിനെ വിട്ടേക്കണം. ഇത് വാലിയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. യെസ്, ജസ്റ്റ് ഫോളോ ഇറ്റ്, ഫോളോ ഇറ്റ്. ഓക്കേ, താങ്ക്സ് ലഡു സിംഗ് സർ. നിന്റെ അസാധ്യമായ ധൈര്യം എല്ലാവരും കാണുവാൻ വേണ്ടി ഞങ്ങൾ ഈ ഡ്രോണിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. ഓക്കേ, നോ പ്രോബ്ലം. ഏയ് യു, ക്യാമറ 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 ഇങ്ങോട്ട് കാണിച്ചേ. ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. എനിക്ക് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെന്നേ. ലഡു സിംഗ് സാറേ, ഈ ക്യാമറ എപ്പോഴാണ് ഓൺ ആവുന്നതെന്ന് അറിയോ? ഡ്രോൺ പറക്കുമ്പോഴേ ഓൺ ആവൂ. ശിവ, നിനക്ക് ഒട്ടും തന്നെ പേടിയില്ലേ? ഇത് പേടിക്കാനുള്ള സമയമല്ല. വേദ സിറ്റിയെ അനക്കോണ്ടയിൽ നിന്നും രക്ഷിക്കേണ്ട സമയമാണ്. അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ ലഡു സിംഗ് സാറേ, നിങ്ങൾ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കൂ. ഓക്കെ ശിവ, ഓൾ ദ ബെസ്റ്റ്. ശിവ, ഈ നഗരത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കൂടെ തന്നെ ഉണ്ട്. നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഗുഡ് ലക്ക്. All the best, ശിവ. താങ്ക് യു. ബൈ ബൈ. ബൈ ശിവ. Bye bye, ശിവ. കമോൻ അനക്കോണ്ട സാറേ, ഇന്ന് നമുക്ക് ഓടിച്ചിട്ട് പിടിച്ചു കളിക്കാം. നിങ്ങളാണോ എന്നെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഞാനാണോ നിങ്ങളെ പിടിക്കുന്നതെന്ന് ഇന്ന് കാണാം. എന്തായി സംഭവിച്ചത്? ഡ്രോൺ പൊട്ടിപ്പോയി. ഇനി ശിവ എന്ത് ചെയ്യും? ശിവയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.
അനക്കൊണ്ട സാറേ, ഇന്ന് നിങ്ങൾ മുട്ടകൾ മാത്രം തിന്നാൽ മതി. ഓ, ഓ, ഓ. ശിവ ആ ട്യൂബിന്റെ പുറത്തേക്ക് കിടക്കാറാവുമ്പോഴേക്കും ഞാൻ ഈ റിമോട്ട് പ്രസ് ചെയ്ത് ആ ട്യൂബ് അങ്ങ് അടച്ചു കളയും. സാറേ എന്തേ കാണിച്ചത്? ഇപ്പൊ തന്നെ എന്തിനാ ബട്ടൺ പ്രസ് ചെയ്യാൻ പോയേ? ഐ. Oh, no. No, 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 no. ശിവ വേഗം പുറത്തേക്ക് കിടക്ക്. ഡോർ അടഞ്ഞോണ്ടിരിക്കുകയാണ്. വേഗം ആവട്ടെ ശിവ, പ്ലീസ്. ഓ എന്താ ഇത്? ലഡ്ഡു സിംഗ് സാർ എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാണിച്ചത്? ഇനി അവിടെ എന്താ സംഭവിക്കുക? ഇനി ശിവ എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരിക? ശിവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ ആ ലഡ്ഡു സിംഗിനെ വെറുതെ വിടില്ല. ആ ലഡ്ഡു സിംഗ് സാറെ കണ്ണു തുറന്നോ? ശിവ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. എന്ത്? ആ വാ 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 വാ. വെരി ഗുഡ് ശിവ. എനിക്ക് അറിയാമായിരുന്നു ശിവയ്ക്കൊന്നും സംഭവിക്കില്ലാന്ന്. കാലയ്ക്ക് പൊളിച്ചു ശിവ. ക്യാമറ, ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. എന്റെ ഇന്റർവ്യൂ ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്തോളൂ. പിന്നെ എന്റെ ഒരു ഫോട്ടോ എടുത്തോളൂ. ഫോട്ടോ. ലഡു സിംഗ് സാറേ, ഇതിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ദൂരെയുള്ള ആ കാട്ടിനകത്ത് വിട്ടിട്ട് വരൂ. ഡോണ്ട് വറി ശിവ. ഞാൻ ഇതിനെ 1000 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒരു കൊടും കാട്ടിൽ ഇതിനെ ഇട്ടേച്ച് വന്നോളാം. അവിടെ ആകുമ്പോ ഇതിനെ കൂട്ടിന് വേറെ അനക്കോണ്ടകൾ ഒരുപാട് ഉണ്ടാവല്ലോ. ബൈ 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 ബൈ. സോറി ഫ്രണ്ട്, ഇത് നിനക്ക് പറ്റിയ സ്ഥലമേ അല്ല. നിനക്ക് പറ്റിയ സ്ഥലത്തേക്ക് അവര് കൊണ്ടാക്കും. പ്ലീസ് എന്നോട് ദേഷ്യം തോന്നരുതേ. Watch India's largest kids library only on Jio Hotstar. Download the app now.